ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് ലുക്കാണ്. നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ചെയ്യുന്ന ഒരു നോർമൽ മേക്കപ്പ് ലുക്ക്. പക്ഷെ ഞാനിവിടെ കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട് ഫൗണ്ടേഷന് പകരം. കാരണം എനിക്ക് കുറച്ച് പുതിയ അതിഥികളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കാണെങ്കിൽ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്ത് പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരുങ്ങുന്നത്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യുന്നത് എൻ്റെ രീതിയിൽ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റും കാര്യങ്ങളും ഒന്നെങ്കിൽ ഞാൻ പറയാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം സ്കിന്നൊന്ന് മോയ്സ്ചറൈസറും ഇതൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കാം. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് കോസാറക്സിൻ്റെ ഈ ഒരു സിറാണ് കേട്ടോ. കുറേ ഇപ്പോൾ ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത്. ഈ പിമ്പിൾസ് വരാൻ കാരണം ഞാൻ വേറെ കുറച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് പറ്റുന്നില്ല, അതാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കോസാറക്സിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നല്ല മാറ്റം ഉണ്ടായിരുന്നു കേട്ടോ സ്കിന്ന്. എനിക്കിത് മാത്രമല്ലായിരുന്നു, ഇവിടെയൊക്കെ പിമ്പിൾ വന്നതുണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ ക്ലിയർ ആയത് ഈ പ്രൊഡക്റ്റ് ഇട്ടുണ്ടോ. അടുത്തത് സെറാവിൻ്റെ മോയ്സ്ചറൈസർ. ഇതും ജസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും ട്യൂബിൽ വരുന്നത് വാങ്ങുന്നതിലും നല്ലത് ഇങ്ങനെ ഡബ്ബയിൽ വരുന്നത് വാങ്ങുന്നതാണ് കേട്ടോ. കാരണം ഇത് കുറച്ച് എക്സ്പെൻസീവാണ് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് യൂസ് ചെയ്യണമെങ്കിൽ ഡബ്ബ നല്ലത്. അപ്പോൾ ഞാൻ കറക്റ്റ് രീതിയിലാണ് ചെയ്യുന്നതെന്നൊന്നും അറിയില്ല. ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത്. ഞാനത്ര പ്രൊഫഷണലൊന്നുമല്ല മേക്കപ്പിൻ്റെ ഇതിൽ. ഓക്കെ, അടുത്തത് ഒരു സൺസ്ക്രീന് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ വൈറലായിട്ടുള്ള സൺസ്ക്രീനാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എനിക്ക് സൺസ്ക്രീൻ ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളൊന്നുമല്ല. കാരണം ഇതിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഗ്രീസി ആയിരിക്കും ഒന്ന് ആലോചിക്കുമ്പോൾ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഒട്ടും ഗ്രീസി അല്ല കേട്ടോ. ഇട്ടെന്ന് അറിയില്ല. അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അത്ര വെയിലൊന്നും ഇല്ല പുറത്ത്. പക്ഷെ എന്നാലും വീട്ടിലിരിക്കുമ്പോൾ വരെ ഇടണം എന്നാണല്ലോ. ഓക്കെ, ഒരു നല്ലൊരു ഗ്ലോ തരും കേട്ടോ ഈ ഒരു സൺസ്ക്രീന് ഇട്ട് കഴിഞ്ഞാൽ. ഓക്കെ, അടുത്തത് ഞാൻ ഇടുന്നത് ലിപ് ബാമാണ്. ഞാൻ വാസ്ലിൻ്റെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് ബോബി ബ്രൗണിൻ്റെ ഒരു കൺസീലറാണ്. ഫൗണ്ടേഷൻ ഉണ്ട്. ഫൗണ്ടേഷൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇവിടുത്തെ ഈ ഒരു എന്താ പറയുക, ഡാർക്ക് സർക്കിൾസൊക്കെ അതൊക്കെ ഞാൻ എൻ്റെതായ രീതിയിലാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതാ ഇവിടെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കാക്കാപ്പുള്ളികളാണ് ഈ സൈഡിലൊക്കെ. ഓക്കെ, ജസ്റ്റ് അവിടെ ഇവിടെ എവിടേക്കാണോ നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത് അവിടെയൊക്കെ ഒന്ന്
ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ഇട്ട് കൊടുക്കാം. ഞാൻ കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബ്രഷ് ആണെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ നോർമലി ബ്രഷ് യൂസ് ചെയ്യൽ കുറവാണ്, കൈ വെച്ചിട്ട് തന്നെയാണ് അപ്ലൈ ചെയ്യാറ്. നിങ്ങൾക്ക് നാച്ചുറൽ സ്കിൻ കളറാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ബോബി ബ്രൗൺ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ കളറ് തന്നെയാണ് ഈ ഒരു ഇത് തരുന്നത്. അല്ല ഭയങ്കര ബ്രൈറ്റ്നെസ് ഒന്നും കിട്ടൂല, ഒരു നാച്ചുറൽ ലുക്ക് തരും. നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് തന്നെ ഇത് പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടും ഈ ഒരു പ്രൊഡക്റ്റ്. കണ്ടോ, അതിൻ്റെ സ്കിന്നിൻ്റെ കളർ ഏതാണോ അതുതന്നെയാണ് ഈ ഒരു കൺസീലർ തരുന്നത്. എനിക്കതാണ് കേട്ടോ വേണ്ട. ഞാൻ ആദ്യം യൂസ് ചെയ്തിരുന്നത് ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ ആയിരുന്നു. അത് പിന്നെ ഞാനല്ലാണ്ടാവുന്നു എൻ്റെ ഫേസ്. അപ്പോഴാണ് ഞാൻ ഇത് വാങ്ങിയത്. എനിക്ക് മറ്റേ പരസ്യമാണ് ഓർമ്മ വരുന്നത്, മറ്റേ അമലാപ്പോളിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എനിക്ക് ചന്ദ്രിക റെക്കമെൻഡ് ചെയ്തതെന്ന് പറയുന്നില്ലേ. ഓക്കെ, കണ്ടോ എത്ര പെട്ടെന്ന് ബ്ലെൻഡായി കിട്ടുന്നു. ജസ്റ്റ് നമ്മൾ ബ്രഷ് ഉണ്ടെങ്കിൽ ഒന്നുകൂടി ചില ആളുകൾക്ക് ഒന്നുകൂടി ബ്രഷായിരിക്കും എളുപ്പം ഇതൊക്കെ അപ്ലൈ ചെയ്യാൻ. അങ്ങനെയുള്ളൊരു ബ്രഷ് യൂസ് ചെയ്യും. എൻ്റെ അടുത്തുണ്ട്, പക്ഷെ ഞാനത് വാഷ് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ കണ്ണാടി നോക്കാണ്. ഓക്കെ, അപ്പോൾ കൺസീലർ വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്നാകൊന്നും കവറായിട്ടില്ല, നിങ്ങൾക്ക് കാണും. കൺസീലർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് ഫേസ്, പക്ഷേ മൊത്തത്തിൽ കവറായിട്ടില്ല. എനിക്ക് മൊത്തത്തിൽ എൻ്റെ ഇതൊന്നും കവർ ചെയ്യണ്ട, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ഇനി കോമ്പാക്ട് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യലില്ല, മീൻസ് ഇടയ്ക്ക് യൂസ് ചെയ്യും, ഇടയ്ക്ക് യൂസ് ചെയ്യലില്ല. അടുത്തത് ഈ ഒരു പിക്സിയുടെ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അടിപൊളി ബ്ലഷാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഭയങ്കര സ്മൂത്താണത്. ഇത് ഞാൻ എന്താ റൂബി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ ഇത്. ഓക്കെ, ഇത് ഇങ്ങനെ ഇവിടെയും പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ ചെറുതായിട്ട് മതി കേട്ടോ, ഓവറാകണ്ട. ഇനി ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത് ഇങ്ങനെ ഡബ്ല്യു പോലെ അങ്ങനെ കൊണ്ടുപോവാം. എന്നിട്ട് ഇവിടുന്ന് ഇത് പെട്ടെന്ന് ബ്ലെൻഡ് ആവും കേട്ടോ. കണ്ട ഒരു ഭയങ്കര ഡിഫറൻസ് വന്നില്ലേ ബ്ലഷ് അപ്ലൈ ചെയ്തപ്പോൾ. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്ലഷ് ഇട്ട് കഴിഞ്ഞു. അടുത്തത് ഐബ്രോ ആണ്. ഐബ്രോ ഇപ്പോൾ ഞാൻ അടുത്തിപ്പോൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതാ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത്. റെവല്യൂഷൻ്റെ ഒരു ഇതാണ് കേട്ടോ, ഇത് ഐബ്രോ ആണ്. ഐബ്രോൻ്റെ ഇത് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രൗണ് ചൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരു കുട്ടികൾക്ക് പിരികം വരച്ച പോലെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ബ്രഷ് വെച്ചിട്ടാണ് നോക്കുന്നത്.
ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, മൊത്തത്തിൽ കവർ ചെയ്യുന്നില്ല. എവിടെയാണോ ഗ്യാപ്പുള്ളത് അവിടെ മാത്രം. ഇത് കഴിഞ്ഞിട്ട് സ്പൂലി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്നത് ഷേപ്പ് ചെയ്തെടുക്കാം. എൻ്റെ സ്പൂലിയൊന്നും കാണുന്നില്ല, എനിക്കിപ്പോൾ അതിനുള്ള ടൈമില്ല. ഈ വീഡിയോ ഞാൻ നാളെയാണ് കേട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാൻ നാളെ ഇടാൻ, എൻ്റെ അടുത്ത് വേറെ വീഡിയോ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ എടുക്കാമെന്ന്. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ റെഡി ആവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതും കൂടി എടുക്കുന്നത്. പിന്നെ ജസ്റ്റ് ഒന്ന് കണ്ണാടി നോക്കട്ടെ, അല്ലെങ്കിൽ എനിക്ക് കറക്റ്റ് കിട്ടൂല. ഓക്കെ, കണ്ടോ ഐബ്രോ വരച്ചതിനിപ്പോൾ തന്നെ ഭയങ്കര മാറ്റമാണ് കേട്ടോ എൻ്റെ ഫേസിനുള്ളത്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത് അറിയില്ല. അപ്പോൾ ഐബ്രോ ഡൺ. അടുത്തതായിട്ട് ഞാനൊരു ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിലിതാ ഈ ഒരു ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ന്യൂഡ് ലുക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. ഓക്കെ, ഇതൊക്കെ ഞാൻ ഇവിടുത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതാണ്. നമ്മളെ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ ഒട്ടും ബ്രഷ് യൂസ് ചെയ്യുന്നില്ല. എനിക്കെന്തോ കൈ വെച്ച് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട്, കാരണം ഈ ഐ ഷാഡോ എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ. അടുത്തതാണ് എൻ്റെ ഫേസിൻ്റെ മെയിൻ എന്താ പറയുക ഹൈലൈറ്റ് ചെയ്യുന്നത് ഐസ് കേട്ടോ. എൻ്റെ കണ്ണ് വരയ്ക്കുമ്പോഴാണ് എനിക്ക് ഒന്നും കൂടി എൻ്റെ ഫേസിൻ്റെ ഇത് അറിയാൻ പറ്റുന്നത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. കണ്ണാടി നോക്കണം, അല്ലാണ്ട് എനിക്ക് വരയ്ക്കാനുള്ള കഴിവില്ല ഫോണിൽ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതേപോലെ ഒന്ന് ചെയ്യാം. ചെറുതായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതും കൂടി ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഐലൈനർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോറിയൽ പാരീസിൻ്റെ ഐലൈനറാണ്. അടുത്തതായിട്ട് അടിയിൽ ജസ്റ്റ് ഒന്ന് കാജൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മേബിലിൻ്റെ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെ, അടുത്തതായിട്ട് മസ്കാര ഇട്ട് കൊടുക്കാം. ഇതും എനിക്ക് എപ്പോഴും ഇടുന്നത് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ലാഷസ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇതിപ്പോൾ ഇടാൻ ശ്രമിക്കുന്നുണ്ട്.
ഇത് വാട്ടർ പ്രൂഫാണ് കേട്ടോ. ഈ മസ്കാര മാക്സ് ഫാക്ടേഴ്സ്, അതിൻ്റെ അങ്ങനെ തന്നെ ഒന്ന് പ്രൊണൗൺസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എൻ്റെ അടുത്ത് ഒരു കുറേ ആയിട്ടോ ഈ ഒരു ബോട്ടിൽ, കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യാത്തതുകൊണ്ട് അത്ര പെട്ടെന്ന് ഇത് തീരില്ല. ഇത് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യണുള്ളൂ. ഓക്കെ, അപ്പോൾ ലാഷസും കൂടി വന്നപ്പോൾ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലിപ് ബാം ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ജസ്റ്റ് ഒരു ലിപ് ലൈനർ വെച്ചിട്ട് ഇതൊന്ന് ചെയ്തെടുക്കുക. ലിപ്പ് ഷേപ്പ് ചെയ്യല്ല, ഞാൻ ആദ്യം ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്, കാരണം ഇതിൻ്റെ ഒരു ഷെയ്ഡ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ. ഒരു ന്യൂഡാണ് ഇത്. ബ്രാൻഡ് വന്നിട്ട് കൈലി ജെനർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ജസ്റ്റ് ഞാനിവിടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലിപ് ലൈനർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലിപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇനി ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. മേബിലിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഷെയ്ഡും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഷെയ്ഡ് കണ്ടോ, ഈ ഒരു ഷെയ്ഡാണ്. അപ്പോൾ ഇതിട്ട് കൊടുക്കാം. ഇതിട്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം, എങ്കിലാണിത് സ്റ്റേ ചെയ്ത് നിൽക്കുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോവും. കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് സെറ്റായി വരാൻ. ഞാൻ എപ്പോഴും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാറുണ്ട്, ഒരു നല്ല ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. ഓക്കെ, ഓക്കെ. അപ്പോൾ ഇതൊരു ന്യൂഡ് ഷെയ്ഡാണ്. ചില ആളുകൾക്ക് ഈ ഷെയ്ഡ് ഇഷ്ടമുണ്ടാവില്ല, പക്ഷെ എനിക്കിഷ്ടമാണ് കേട്ടോ. ഒരുപാട് ഹെവി ലുക്കല്ല, ഒരു നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, എൻ്റെ മേക്കപ്പ് ഇത്രേ ഉള്ളൂ. ഇനി എനിക്ക് നോസ് പിൻ ഇടണം. അപ്പോൾ എൻ്റെ മേക്കപ്പ് ലുക്ക് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുപാട് ആർഭാടായിട്ടല്ല ചെയ്തിട്ടുള്ളൊരു ന്യൂഡ് ലുക്കാണ് ഉദ്ദേശിച്ചത്, നാച്ചുറലായി തോന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ നോർമലി പുറത്ത് പോകുമ്പോൾ ചെയ്യുന്ന മേക്കപ്പ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ഹെയർ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വിടുവാണ്. ഞാൻ ജസ്റ്റ് ഡ്രൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ കൂടെ ഞാനൊരു ഹാൻഡ് ബാഗും കൂടി ഇടും. ജസ്റ്റ് ഞാൻ ഈ ഒരു ഹാൻഡ് ബാഗാണ് ഇടുന്നത്. ഇത് ഞാൻ TK Maxxിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എൻ്റെ മേക്കപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.